അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, 9-ാം തീയതി നമ്മുടെ കേരളം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. നാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത്. നാം ഓരോരുത്തരും വോട്ട് ചെയ്യേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്നറിയുമോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അഭിപ്രായപ്പെടുന്നത്? നീതിയുടെ ഭാഗത്ത് ആരാണോ അവരെയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. നീതിക്കാണ് പ്രധാനം. പലർക്കും സംശയമുണ്ടായേക്കാം, എന്താ ഉസ്താദേ ഒരു പുരോഹിതൻ എന്ന നിലയിൽ നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്? വിശ്വാസത്തിനല്ലേ എല്ലാ മേഖലയിലും പ്രധാനം നമ്മൾ കൽപ്പിക്കേണ്ടത്? അല്ല, രാഷ്ട്രീയപരമായ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നീതിക്കായിരിക്കണം പ്രധാനം. ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നല്ല, പ്രപഞ്ചത്തിൻ്റെ തന്നെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നുള്ളതാണ്. വിശ്വാസം എന്നുള്ളത് വ്യക്തിയെ ബാധിക്കുന്ന കാര്യമാണ്. ഓരോ വ്യക്തിയെ ബാധിക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൻ്റെ കാര്യം എന്നുള്ളത്. എന്നാൽ നീതി എന്നുള്ളത് അത് വ്യക്തിയെ മാത്രമല്ല, സമൂഹത്തെ മാത്രമല്ല, ഭൂമിയെ മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ് നീതി എന്നുള്ളത്. അപ്പോൾ നീതിയുടെ ഭാഗത്ത് ആരാണോ ഉള്ളത് അവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം എന്താ? മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ അദ്ലു മീസാനുല്ലാഹി ഫിൽ അർള്. നീതി എന്നുള്ളത് ഭൂമിയിലെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാര്യമായി അല്ലാഹു തആല തീരുമാനിച്ചേക്കുന്നതാണ്. കണ്ടോ, വിശ്വാസത്തെ അല്ല, നീതിയാണ്. ആരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. നീതിയുടെ പര്യായമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അൽ അദ്ലു മീസാനുല്ലാഹി ഫിൽ അർള്. നീതി എന്നുള്ളത് ഭൂമിയിലെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാര്യമാണ്. ഭൂമിക്കൊരു സന്തുലിതാവസ്ഥയുണ്ട്. മഴക്കാലം, ചൂടുകാലം, അങ്ങനെ ഓരോ കാലങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഒരു സന്തുലിതമായ ഒരവസ്ഥയുണ്ട് ഭൂമിക്ക്. എല്ലാ നിലയിലും, ഒരു നിലയിൽ മാത്രമല്ല, പല നിലയിലും ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന വിഷയമാണ് എന്തത്? നീതി എന്നുള്ളത്. വിശ്വാസം എന്നുള്ളതോ അത് ഓരോ വ്യക്തിയെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വോട്ടെടുപ്പിൻ്റെ വിഷയത്തിൽ നാം ഏത് ആൾക്ക് വോട്ട് ചെയ്യണം? നീതിയുടെ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ ആരാണോ നിലകൊള്ളുന്നത് അയാൾക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്തു ചെയ്യും? സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയും ബാലൻസ് കീപ്പ് ചെയ്യുന്നത് നീതിയിലാണ്. സൂറത്തുർ റഹ്മാനിൻ്റെ പ്രാരംഭ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വസ്സമാഅ റഫഅഹ വവളഅൽ മീസാൻ. ആകാശത്തെ അല്ലാഹു തആല ഉയർത്തി, വളഅഹ, എന്നിട്ട് അല്ലാഹു തആല സംവിധാനിക്കുകയും ചെയ്തു, സ്ഥിരപ്പെടുത്തുകയും ചെയ്തു അൽ മീസാൻ, മീസാനിനെ. മീസാൻ എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ നമുക്ക് അവിടെ പഠിപ്പിച്ചിരുന്നുണ്ട്, അസ്ബത്തൽ അദ്ല, നീതി അല്ലാഹു തആല സ്ഥിരപ്പെടുത്തിയെന്നാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ മുഴുവനും എന്തിലാണ് നിലകൊള്ളുന്നത്? നീതിയിലാണ്. അപ്പോൾ നീതിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. നീതിയോടുകൂടെ ആരുണ്ടോ അവർക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്നല്ല, നീതിയുടെ ഭാഗത്താണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ, കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ, സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ, പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലകൊള്ളുന്നത് നീതിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടിയുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് എല്ലാ മേഖലയിലും ഉന്നതമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.